ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തലവൻ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ഈ പടം വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറേ വീഡിയോ ചെയ്തിട്ട്. അതിനുശേഷം പടം ഭയങ്കര ലേറ്റ് ആയെന്ന് തോന്നുന്നു. കാരണം കുറേ പടം ഫിലിം വരാനുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റ് ആയിരിക്കാം, അങ്ങനെ സംഭവിച്ചതായിരിക്കാം. എനിവേ, പടത്തിന്റെ ട്രെയിലർ ഇന്നലെ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ട്രെയിലർ. ജിസ് ജോയ് ഫിലിമിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായിരുന്നില്ല. നമ്മൾ ഫീൽ ഗുഡൊക്കെ ഉള്ള ആളെ കണ്ടിട്ടില്ല. ഇപ്പൊ വിജയ് സൂപ്പർ, അതുപോലെ തന്നെ സൺഡേ ഹോളിയുടെ അങ്ങനത്തെ പടങ്ങളെ കണ്ടിട്ട് ആസിഫ് അലി ആള് നമ്മൾ ഏകദേശം 3-4 പടം ചെയ്തിട്ടുണ്ടെന്ന് തോന്നി എനിക്ക്. മൂന്നിലും എല്ലാ പടത്തിലും ഫീൽ ഗുഡാണ് ആൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതില് വേറെ രീതിയിൽ പ്രത്യേകിച്ച് BGM തലവനുള്ള പാട്ടൊക്കെ കേട്ട സമയത്ത് രസമായിട്ട് തോന്നി. പിന്നെ ഇൻവെസ്റ്റിഗേഷനാണ്, ത്രില്ലറാണ് പടം. ആസിഫലിനൊപ്പം തന്നെ ബിജു മേനോൻ ഒന്നിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ബിജുവേട്ടൻ ഒന്നിക്കുന്ന സമയത്ത് ഒരു വേറെ ലെവൽ തന്നെയായിരിക്കും. ഒരു തമ്മിലുള്ള നമുക്ക് ആ കെമിസ്ട്രി നമുക്കറിയാം. രാഗം വരും, കരിക്കിൻ വെള്ളം, വെള്ളിമൂവൊക്കെ. അപ്പൊ അത് നമുക്കറിയാം. അതിനുശേഷം കൂമിന് ശേഷം ആസിഫലിക്ക് ഹിറ്റ് അത്യാവശ്യമാണ്. ബിജു മേനോനും ഒരു ഹിറ്റിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ബിജു മേനോൻ, ആസിഫ് അലി, അനുശ്രീ കണ്ടിട്ട് കുറച്ച് കാലം. അനുശ്രീ പടത്തിൽ വരുന്നുണ്ട്. മിയ ജോർജ്, പിന്നെ രഞ്ജിത്ത് വരുന്നുണ്ട്. രഞ്ജിത്തിന്റെ റോൾ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ജാഫർ ഇടുക്കി, റൈറ്റർ ആനന്ദ്, പിന്നെ ശരത്, 2 പേരാണ്. മ്യൂസിക് ത്രില്ലർ മൂവിക്ക് മ്യൂസിക്കിന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മ്യൂസിക് ദീപക് ദേവ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ രസമുണ്ട്. ട്രെയിലർ കണ്ട സമയത്ത് 2 മിനിറ്റ് 20 സെക്കൻഡ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി ശരൺ വേലായുധൻ. അപ്പൊ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പോലീസ് കഥയാണ്, ത്രില്ലറാണ്. ഇവര് നമ്മൾ കുറെ ഈഗോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ആസിഫ് അലി കാണിക്കുന്നതിന് ശേഷം തന്നെ 5 ട്രാൻസ്ഫർ 1.5 വർഷത്തിന് ശേഷം ഡയലോഗ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു പുച്ഛമനോഭാവത്തോടെ വിജയമനോ സമീപിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പടത്തിന്റെ ട്രെയിലറിന്റെ അവസാനം ഞാൻ SHO എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആസിഫ് അലി തിരിച്ചു പറയുന്നുണ്ട് ഞാൻ SHO എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വന്നിട്ട് സസ്പെൻഷനിൽ പോകുന്ന വിജയമനോന് പിന്നെ ആസിഫ് അലിക്ക് അവിടെ വരുന്ന സംഭവം. പിന്നെ നമ്മൾ ഈഗോ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇവർ ഒരുമിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഡിഫറെന്റ് രീതിയിൽ നടത്തുകയാണ്. അവസാനം തെളിയിക്കാൻ വേണ്ടി ഒരുമിച്ച് നടത്തുന്ന കേരള പോലീസ്. അത് ഇൻവെസ്റ്റിഗേഷൻ തെളിയിക്കണമല്ലോ. കുറെ കാര്യങ്ങൾ എനിക്ക് കണക്ട് ആയ പോലെ തന്നെ ഒരു വില്ലന്മാരുടെ റോളുകൾ ചെയ്തവരൊക്കെ നൈസാണ്, അടിപൊളിയാണ്. ബിജു മേനോന്റെ ആയാലും ആസിഫിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു മാസ് ഫീൽ, അങ്ങനത്തെ ഒരു ഫീലൊന്നും എനിക്ക് തോന്നി. ഇൻവെസ്റ്റിഗേഷന്റെ ഒരു തീവ്രതയില്ലേ, അതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ല. അപ്പോൾ പടം നമ്മളൊരു ഹിറ്റ് പ്രതീക്ഷിക്കുന്ന പടം തന്നെയാണ്. ബിജുമേനോൻ പറഞ്ഞ പോലെ 10-15 കൊല്ലമായിട്ട് യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞ പോലെ കൊല്ലം കുറെ ബിജുമേനോൻ അഭിനയിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ആളുടെ സ്കില്ല് നമ്മൾ കണ്ടുള്ളതാണ്. അപ്പോൾ ഇവര് തമ്മിൽ ചേരുന്ന സമയത്ത് ഒരു ഹിറ്റല്ലേ. പിന്നെ ജിസ് ജോയ് എന്നൊരു ഡയറക്ടർ, ആള് ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിലേക്ക് ആ ഒരു കാറ്റഗറി പിടിച്ചാലും വന്നിരിക്കുകയാണ്. ആളെ പടങ്ങളൊക്കെ എടുത്ത് നമുക്ക് അറിയാൻ പറ്റും. ആളെ ചെയ്തുള്ള ഒരു ഫീൽ ഗുഡ് രീതിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായൊരു റിസ്ക് എടുത്തിട്ട് തന്നെ ആള് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനെ കുറിച്ച് പഠിച്ച ആധികാരികമായിട്ടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം. ശക്തമായൊരു തിരക്കഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കഥ തന്നെയാണ്. ട്രെയിലർ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ തരിച്ചു. കിഡ് വെയിറ്റ് ആണ്, വേറെ ലെവലാണ്, യാതൊരു സംശയമില്ല. പിന്നെ ഇതിൽ കാസ്റ്റിംഗ് കൊടുത്തുള്ള ക്യാരക്ടേഴ്സ്, ദിലീഷ് പോത്തൻ എടുത്തു പറഞ്ഞു. ദിലീഷ് പോത്തൻ പോലീസുകാരനാണ്, ഒരു ഹെഡൊക്കെ ആയിട്ട് വരുന്ന ഒരാളായിരിക്കും. രഞ്ജിത്തിന്റെ ഒരു ഡയലോഗ് ഉള്ളൂ. കയ്യപ്പനും കോശിയിലും ഡയലോഗ് ഓർമ്മ വന്നപ്പോൾ രഞ്ജിത്തിന്റെ പ്രസൻസ്, പിന്നെ ജാഫർ ഇടുക്കി, പിന്നെ ഇതെല്ലാവരും, പിന്നെ അനുശ്രീ മിയ ജോർജിന്റെ തിരിച്ചുവരവും കൂടി ആവട്ടെ ഈ പടം. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത മാസമൊക്കെ ആയിട്ട് കാണണം. ട്രെയിലർ വന്നല്ലോ, ഈ മാസം ഉണ്ടാവില്ല, എന്തായാലും അടുത്ത മാസമായിട്ട് കാണണം. അപ്പോൾ കം ബാക്ക് ആവട്ടെ ആസിഫ് അലി ആൻഡ് നമ്മുടെ ബിജു മേനോൻ തിരിച്ചു വരും, സംശയമൊന്നുമില്ല. അവരുടെ ക്യാരക്ടറൊക്കെ നമുക്കറിയാം, അവർ ചെയ്തുള്ള പടങ്ങളൊക്കെ നമുക്കറിയാം. നല്ല ആളുടെ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അവരെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ഡയറക്ടറാണ്, കഴിവുള്ള നടന്മാരാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അടുത്തൊരു അയ്യപ്പനും കോശി ആവട്ടെ. ബൈ മുകേഷ്.